ചില നിയോഗങ്ങൾ അങ്ങനെയാണ്. അതിനിഗൂഢ പ്രപഞ്ച രഹസ്യങ്ങൾ തുറന്നു കാട്ടാൻ ഈ മഹാപ്രപഞ്ചം തന്നെ ഒരുക്കുന്ന ചില മഹാനിയോഗങ്ങൾ. അല്ലെങ്കിൽ രാജ്യരക്ഷാഭടനായി ഹിമാലയൻ ടിബറ്റൻ മലനിരകളിലേക്ക് എത്തപ്പെടുകയില്ലായിരുന്നു. ഹിമാലയൻ മലനിരകളിലെ കൊടും ശൈത്യം നിറഞ്ഞ അതീന്ദ്രിയ ലോകത്തിന്റെ നിഗൂഢ ഗുഹകളിൽ ചില നിർണായക സംഭവങ്ങൾ ചില ജീവിതങ്ങളെ അടിമുടി മാറ്റുന്നു എന്ന പ്രപഞ്ച സത്യം ഇവിടെയും നടപ്പാക്കപ്പെട്ടു. ചുവടുവയ്പ് ആ ചെറുപ്പക്കാരനെ പിൽക്കാലത്ത് ഹിമാലയത്തിന്റെയും ടിബറ്റൻ വനാന്തരങ്ങളുടെയും ഓരോ മുക്കിലും മൂലയിലും കൊണ്ടു ചെന്നെത്തിച്ചു. പ്രപഞ്ച രഹസ്യങ്ങളുടെയും എനർജി ലോകത്തിന്റെയും അതിസൂക്ഷ്മ തലങ്ങളിലൂടെ വർഷങ്ങളെടുത്ത പ്രയാണത്തിൽ അദ്ദേഹം സ്വായത്തമാക്കിയത് ഒരു മനുഷ്യജന്മത്തിന്റെ ചിന്താതലങ്ങൾക്കും അപ്പുറമായിരുന്നു. യൂണിവേഴ്സിന്റെ അതികായനായ ഒരു മാസ്റ്ററെ വാർത്തെടുക്കാൻ പ്രപഞ്ചം ആ നിയോഗം നടപ്പാക്കിയപ്പോൾ, രാജ്യത്തിനു വേണ്ടി തോക്കെടുത്ത കൈകൾ ഊർജമായി പരിണമിച്ചപ്പോൾ, ഇതുവരെ കാണാത്ത അതീന്ദ്രിയത്തിന്റെ മറ്റൊരു ലോകം തുറക്കപ്പെട്ടു. അഘോരി, നാഗ സന്യാസിമാർ, സൂഫികൾ, ലാമമാർ, യോഗികൾ തുടങ്ങി ഒട്ടനേകം സിദ്ധപുരുഷന്മാരുടെ ഇടയിൽ കൊടും ശൈത്യത്തിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത നിഗൂഢ ഗുഹകളിൽ ഏതാണ്ട് 39ഓളം ശ്രേഷ്ഠ ഗുരുക്കന്മാരിൽ നിന്നും നേരിട്ട് സ്പർശന ദീക്ഷ ലഭിച്ച അദ്ദേഹം ഊർജം, ബോധമനസ്, പ്രാണൻ, പ്രപഞ്ച നിഗൂഢ രഹസ്യങ്ങൾ, ഇതുവരെ ശാസ്ത്രലോകത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത 18 എനർജി മണ്ഡലങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ, എനർജി രൂപീകരണ സിദ്ധാന്തങ്ങൾ, പ്രാചീന താളിയോല ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഇന്നും പുറം ലോകം കാണാതെ അതിനിഗൂഢമായി നിലനിൽക്കുന്ന നിരവധി ധ്യാനമുറകൾ, ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത കണികാതലം, വേഗത, സമയം, ദിക്ക്, ഇവയെല്ലാം സമ്പൂർണമായി കീറിമുറിച്ചു. കൃത്യമായ അതികഠിന പരിശീലനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും തീച്ചൂടയിൽ ഊതിക്കാച്ചിയെടുത്ത അതികഠിന പരീക്ഷണങ്ങളുടെ ഈ തേരോട്ടത്തിൽ ഗുരുക്കന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിനൊരു പേര് വീണു. ദി ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് മഹാഗുരു. സമ്പൂർണ്ണ ബോധോദയത്തിൽ എനർജി ലോകവും പ്രപഞ്ചത്തിന്റെ അവസ്ഥാവിശേഷങ്ങളും നിഗൂഢ രഹസ്യങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധാരണക്കാരെ പ്രാപ്തരാക്കി. ആധുനിക ജീവിതത്തിൽ ഒരു മനുഷ്യന് നേരിടേണ്ടി വരുന്ന സകല പ്രശ്നങ്ങളെയും വേരോടെ പിഴുതെറിയാനും എനർജിയുടെയും അതിസൂക്ഷ്മ ബോധത്തിന്റെയും ഉന്നത ശ്രേണിയിലെത്തിക്കുവാനും അപൂർവങ്ങളിൽ അപൂർവമായ അതിനിഗൂഢതയാർന്ന ദീക്ഷകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ത്രിതല ദീക്ഷ ജനങ്ങൾക്ക് പ്രദാനം ചെയ്തു. പിൽക്കാലത്ത് തേർഡ് ഐ എന്ന ഉന്നത ബോധാവസ്ഥയെ സാധാരണക്കാരിൽ സൃഷ്ടിക്കുവാനും സമ്പൂർണ്ണ പ്രപഞ്ച നിഗൂഢ വിദ്യകൾ സാധാരണക്കാർക്ക് പകർന്നു നൽകുവാനുമുള്ള തീരുമാനം അതീന്ദ്രിയ സർവകലാശാലയുടെ ഉദയത്തിന് കാരണമായി ഭവിച്ചു. ഉയർന്ന ബോധം കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും എങ്ങനെ ഊർജത്തെ കൈകാര്യം ചെയ്യാമെന്ന് മാസ്റ്റർ ലോകത്തെ പരിചയപ്പെടുത്തി. ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ആധുനിക രൂപത്തോടെ ആധുനിക ലോകത്തേക്ക് കടന്നു വന്ന പകരം വയ്ക്കാനില്ലാത്ത ഒരു സമ്പൂർണ്ണ ഗുരുവായ ഹിമാലയൻ മാസ്റ്റർ അനുഗ്രഹത്തിന്റെ കടലും അറിവിന്റെ കൊടുമുടിയുമാണ്. വാക്കുകൾക്കപ്പുറം പറഞ്ഞാൽ തീരാത്ത വിശേഷണങ്ങൾ ഏറെ നിറഞ്ഞ, കൗതുകം നിറഞ്ഞ മനുഷ്യ മനസ്സുകളിൽ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് ഗുരുനാഥന് ഹൃദയപൂർവ്വം സ്വാഗതം.